നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധികൾ അനുഭവപ്പെടുന്നുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടോ? അതിൻ്റെ കാരണമെന്ത്? അത് എങ്ങനെ പരിഹരിക്കാം? നമസ്കാരം, എല്ലാവർക്കും നവഗ്രഹ ആസ്ട്രോസറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ജ്യോതിഷവശാൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പ്രതിസന്ധികൾക്കും കാരണം നമ്മളുടെ കഴിഞ്ഞ കാല കർമ്മഫലങ്ങളോ മുജ്ജന്മ കർമ്മഫലങ്ങളോ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ പ്രകാരം നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കും പ്രശ്നങ്ങൾക്കും കാരണം നിങ്ങളുടെ കർമ്മഫലം തന്നെയാണ്. വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെ കൊന്നവൻ കൊല്ലപ്പെടും. മറ്റുള്ളവരുടെ സമ്പത്തും ധനവുമൊക്കെ അപഹരിച്ചവന്റെ സമ്പത്ത് മോഷ്ടിക്കപ്പെടും. അവൻ കടബാധിതനായി തീരും. നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതിൻ്റെ എല്ലാം കാരണം അത് തന്നെയാണ്. നമ്മൾ അത് മറ്റാരോടോ മുൻജന്മത്തിലോ ഈ ജന്മത്തിലോ ചെയ്തിരിക്കുന്നു. അതിൽ നിന്നും നമുക്ക് മുക്തരാകുവാനുള്ള പരിഹാരം എന്നുള്ളത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്താണോ ആ പ്രതിസന്ധി അനുഭവിക്കുന്ന മറ്റൊരാളിനെ അയാളുടെ ആ പ്രതിസന്ധി പരിഹരിക്കുവാൻ സഹായിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ നമുക്ക് സാമ്പത്തിക പ്രതിസന്ധികളും കടവുമാണെങ്കിൽ നമ്മളെക്കാട്ടി കടബാധ്യത കുറവുള്ള ഒരാളിൻ്റെ കടം വീട്ടുവാനോ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുവാനോ നമ്മൾ അയാളെ സഹായിക്കുക. നമ്മൾക്ക് വീടില്ലാത്തതാണ് പ്രശ്നമെങ്കിൽ നമ്മൾ വീട് വയ്ക്കുവാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന മറ്റൊരാളിനെ സഹായിക്കുക. നമ്മളുടെ വിവാഹ തടസ്സമാണ് നമ്മളുടെ പ്രശ്നമെങ്കിൽ മറ്റൊരാളിൻ്റെ വിവാഹം നടത്തുവാനായി നമ്മൾ അയാളെ സഹായിക്കുക. ഇങ്ങനെ നമ്മൾ ഈ ജന്മത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രതിഫലം ഇച്ഛിക്കാതെ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മഫലം നമ്മളുടെ പൂർവജന്മ കർമ്മ ദുരിതങ്ങളെ മാറ്റുകയും ഈ ജന്മത്തിൽ ആ കർമ്മഫലത്തിന്റെ പ്രതിഫലനം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും നമ്മൾക്ക് അങ്ങനെ അനായാസേന ആ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നേടിയെടുക്കാനും സാധിക്കും. കർമ്മമാണ് ധർമ്മം, കർമ്മമാണ് ഈശ്വരൻ. നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ നന്മയെ മുൻനിർത്തി ചെയ്യുക. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണമേ. അപ്പോൾ നമ്മളുടെ ലക്ഷ്യങ്ങൾ, നമ്മളുടെ നേട്ടങ്ങൾക്കായി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മറ്റൊരാളുടെ നന്മയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ അത്തരം കർമ്മങ്ങൾ വളരെ ശ്രേഷ്ഠമാണ്. അതിൻ്റെ ഗുണം നമ്മൾക്ക് തന്നെ ലഭിക്കും. നമ്മൾ നമ്മളുടെ വ്യക്തിഗത നേട്ടങ്ങൾക്കായി പ്രാർത്ഥിക്കാതെ നമ്മൾ മറ്റുള്ളവരുടെയും കൂടെ നേട്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളും അതിലൊരാളാകും. അപ്പോൾ ആ പ്രാർത്ഥനകൾ കൂടുതൽ ഫലപ്രദമാവുകയും നമ്മളുടെ ജീവിതത്തിൽ അതിൻ്റെതായ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രതിഫലേച്ഛയില്ലാതെ നിസ്വാർത്ഥമായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക വഴി എല്ലാ ദൈവിക കടാശങ്ങളും നമ്മളിൽ ഉണ്ടാവുകയും എല്ലാ ഐശ്വര്യങ്ങളും സിദ്ധിക്കുകയും നമ്മളുടെ പ്രതിസന്ധികളും കഷ്ടനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും മാറി എല്ലാവിധ ഐശ്വര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കുകയും ചെയ്യും. നിങ്ങൾ ഇതേപോലെ മറ്റുള്ളവരുടെ നന്മയ്ക്കായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ഗുണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എസ് എന്ന് താഴെ കമന്റ് ചെയ്യുക. എല്ലാവർക്കും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബ പരദേവതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ. അത് അപ്രകാരം ഭവിക്കട്ടെ. നന്ദി.